ചില രചന പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് യഹൂദരും ഈശോയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തെ പറ്റിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ യഹൂദരോട് പറയുകയാണ്, അബ്രഹാമാണ് നിങ്ങളുടെ പിതാവ് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ അബ്രഹാത്തിന്റെ സന്തതികൾക്ക് ചേർന്ന രീതിയിലുള്ള ജീവിതമല്ല നിങ്ങൾ നയിക്കുന്നതെന്ന് പറയുകയാണ്. അവര് പറയുകയാണല്ലോ ഞങ്ങൾ അബ്രഹാത്തിന്റെ മക്കൾ തന്നെയാണെന്ന് പറയുകയാണ്. ഈശോ അവരുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പറയുകയാണല്ല, നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത് എന്ന് പറയുകയാണ്. അവര് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ജാരസന്തതികളൊന്നുമല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, അത് അബ്രഹാം ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ യഹൂദരുടെ മനോഭാവം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലെ യഹൂദരുടെ മനോഭാവം എങ്ങനെയാണ്. അതായത് ഒരു വാക്കിലൊക്കെ ഭയങ്കര വലിയ ആളുകളാണ്, വാക്കിൽ ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ട് ഞങ്ങള് അബ്രഹാത്തിന്റെ സന്തതികളാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നീതിമാന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെ ആ രീതിയിലുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈശോ ഇങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വെല്ലുവിളിയോടുകൂടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആർക്കനില് കുറ്റം ആരോപിക്കാൻ കഴിയും, അല്ലെങ്കിൽ തെറ്റ് തെളിയിക്കാനായിട്ട് കഴിയും, പാപം തെളിയിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് വാക്കിലല്ല നമ്മൾ വലിയ അഭിമാനവും നീതിബോധവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ട, മറിച്ച് പ്രവൃത്തിയിലാണ്. ജീവിതത്തിൽ അത് കാണണം. നിന്റെ വാക്കിലൂടെയല്ല നീ അബ്രഹാത്തിന്റെ സന്തതിയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്തതിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം, നിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിമാന്മാരായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന രീതിയിൽ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്